ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SMK Magical റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്, വാനിലയും അതുപോലെ ചോക്ലേറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചോക്ലേറ്റ് പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുക്കുന്നത്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും അതുപോലെ 1/4 കപ്പ് കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ ഓൺ ആക്കണേക്കാളും മുമ്പ് നമ്മളിത് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. അതുകൊണ്ടാണ് ഇനി ലോ ഫ്ലെയിമിൽ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ചൊരു കട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 25 മുതൽ 30 മിനിറ്റ് വരെയാണ് നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുഡിങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബോക്സ് ഓയിൽ പേപ്പർ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ ബാറ്റർ നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വാനിലേൻ്റെ പുഡിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് 1 കപ്പ് പാൽ തന്നെയാണ് ആവശ്യം. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പിന്നെ 1/4 കപ്പ് കോൺഫ്ലോറും. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നല്ല കട്ടിയായി വരുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ വാനില ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും കൂടി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വാനില പുഡിങ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മേലെ നമുക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വാനില പുഡിംഗ് ട്രൈ ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇനി എല്ലാ വട്ടം പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.